കോൺഗ്രസ് പ്രവർത്തകനായിരുന്ന ബിനു അനുസ്മരണം അടൂരിൽ സംഘടിപ്പിച്ചു. കുടുംബസഹായ നിധിയുടെ രൂപീകരണവും നടത്തി. സഹായ നിധിയിലേക്ക് കെ.സി. വേണുഗോപാൽ എം.പി 1 മാസത്തെ ശമ്പളം സംഭാവന നൽകി. കോൺഗ്രസ് പ്രവർത്തകനായിരുന്ന ബിനുവിന്റെ അനുസ്മരണമാണ് അടൂരിൽ സംഘടിപ്പിച്ചത്. ഇതോടൊപ്പം ബിനുവിന്റെ കുടുംബസഹായ നിധി രൂപീകരണവും നടത്തി. അനുസ്മരണ സമ്മേളനം കെ.സി. വേണുഗോപാൽ എം.പി ഉദ്ഘാടനം ചെയ്തു. തന്റെ 1 മാസത്തെ ശമ്പളം ബിനു കുടുംബസഹായ നിധിയിലേക്ക് അദ്ദേഹം സംഭാവന ചെയ്തു. കഴിഞ്ഞ ദിവസം ബിനുവിന്റെ ശവസംസ്കാര ചടങ്ങിൽ കഴിഞ്ഞ് അച്ഛൻ ഒരു ഭാര്യ ക്ഷണിക്ക് മയക്കുന്നു. അവിടെ പാർട്ടിയോടുള്ള ഒരു കുടുംബത്തിന്റെ സ്നേഹം മുഴുവൻ, തന്റെ ഭർത്താവിന്റെ പാർട്ടി സ്നേഹം മുഴുവൻ ഭർത്താവില്ലാത്തപ്പോൾ ഏറ്റെടുത്ത് ഈ പാർട്ടിക്ക് വേണ്ടി കൈമാറിയ ഷൈനയെ കുറിച്ച് അഭിമാനിക്കാനാണ് തോന്നുന്നത്. അതൊരു അപൂർവമായിട്ടുള്ള അംഗീകാരമാണ് പാർട്ടിക്ക് ഷൈന നൽകിയിരിക്കുന്നത് എന്ന് ഞാൻ അഭിമാനപൂർവ്വം പറയുകയും അതിൽ അഭിമാനം കൊള്ളുകയുമാണ്. കാരണം തന്നെ ഏറ്റവും പ്രിയതം മരിച്ചു കിടക്കുന്ന സന്ദർഭത്തിലും അദ്ദേഹം തന്റെ പ്രവർത്തനങ്ങളുടെയും ഉയർത്തിപ്പിടിച്ച ശബ്ദം പാർട്ടിയെയും പ്രസ്ഥാനത്തെയും ഓർക്കുക എന്ന് പറയുന്നത് അത് ഈ പാർട്ടികളുടെ ഏറ്റവും വിലപ്പെട്ട അംഗീകാരമായി മാറും എന്നതിൽ സംശയമില്ല. രാഷ്ട്രീയ പ്രവർത്തകർക്കും അവരുടെ കുടുംബത്തിനും മാത്രമേ അറിയുള്ളൂ ഓരോ ദിവസവും കടന്നു പോകുന്ന ചുറ്റുപാടുകൾ, പ്രശ്നങ്ങളുടെ വെല്ലുവിളികൾ, അപ്പൊ അത് നേരിടാനുള്ള അവസരങ്ങളുണ്ട്. പക്ഷെ നമ്മളെല്ലാവരും നേരിടുന്നുണ്ട്. രാഹുൽ ഭവൻ ആ നേടുന്നതിനിടയിൽ ആരോഗ്യം കൂടി ഇല്ലാതാവുമ്പോഴാണ് ഒരു രാഷ്ട്രീയ പ്രവർത്തകന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നിർണായകമായ വെല്ലുവിളി നേരിട്ട് പോകുകയാണ്. മനസ്സൊരിക്കലും പഴകില്ല ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ. മനസ്സ് രാഷ്ട്രീയത്തിൽ നിൽക്കും. പക്ഷെ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ വന്നാൽ ശരീരത്തെ കെ.പി.സി.സി ജനറൽ സെക്രട്ടറി പഴകുളം മധു അധ്യക്ഷത വഹിച്ചു. എം.പിമാരായ കൊടിക്കുന്നിൽ സുരേഷ്, ആന്റോ ആന്റണി, എം.എൽ.എമാരായ രാഹുൽ മാങ്കൂട്ടത്തിൽ, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, UDF കൺവീനർ അടൂർ പ്രകാശ് എം.പി, ഡോക്ടർ വി.കെ. അറിവഴകൻ, M.M. നസീർ, സതീഷ് കൊച്ചുപറമ്പിൽ, പന്തളം സുധാകരൻ, K.P. ശ്രീകുമാർ, ശിവദാസൻ നായർ, അഡ്വക്കേറ്റ് ബിജു വർഗീസ്, വെട്ടൂർ ജ്യോതി പ്രസാദ്, മാലേത്ത് സരളാദേവി, രജനി പ്രദീപ്, സിന്ധു അനിൽ, തോപ്പിൽ ഗോപകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, അടൂർ.